അങ്ങനെ കുറെ ഇന്നും കണ്ടും എല്ലാ ദിവസവും കാണാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അധികം സമയമില്ല, അതുകൊണ്ടാണ്. കാരണം ഇന്ന് എന്തോ ബസ് സമരമാണ്. ഞാൻ രാവിലെ തന്നെ വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റോപ്പ് നോക്കലായിരുന്നു. ഇതുവരെ രാവിലെ വന്ന് ഇരുന്നിട്ട് ഇപ്പോഴാണ് അടിച്ചത്. വാഷ്റൂമിൽ പോലും ഞാൻ പോയിട്ടില്ല. അപ്പം ഭക്ഷണത്തിനായാലും പിന്നെ വിട്ടേക്കും, ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് വിട്ടുപോകാനോ ആവില്ല. കാരണം കുറെ ആൾക്കാർ ഇവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ട്, ദൂരെ നിന്ന് വന്നിട്ടുണ്ട്. ചില ആൾക്കാർ വന്ന സ്ഥലം കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയായി പോയി. നിലമ്പൂരിൻ്റെ അപ്പുറത്ത് നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ആരോഗ്യം സംരക്ഷിക്കുക. എല്ലാവരും വേറൊന്നും പറയാനില്ല. നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അഥവാ നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ. സോ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ചില സമയം സൂമിൽ വരും, ചില സമയം ഫിസിക്കലായിട്ട് വരും. ഈ പറയുന്ന സമയത്തൊക്കെ കേൾക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ വരുന്നേ വിധീതമായിട്ടുള്ള അഭ്യർത്ഥന എനിക്കുള്ളൂ. കാരണം ചുവരനോട് പറഞ്ഞതിനെ കൊണ്ട് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ വന്ന് കേട്ട് നിങ്ങളെ ആൾക്കാരോട് പറഞ്ഞു കൊടുത്താൽ കൂടുതൽ ആൾക്കാർക്ക് എന്താണ് കഴിക്കേണ്ടത്, എന്ത് വേണം എന്നുള്ളൊരു ധാരണയിലുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വരും, കുറെ വർത്താനം പറയും, ഒരു 10 പേര് കാണും, അവരിത് കേൾക്കും, അവരിവിടെ നടക്കുമ്പോൾ മറന്നു പോകും. പിന്നെ അവസാനം നമ്മുടെ അടുത്ത് വീണ്ടും വരും, വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് വീണ്ടും മറന്നു പോകും. അത് ഇപ്പോഴും ചില ആൾക്കാർ കഴിക്കുന്നതൊക്കെ വളരെ തകരാറായിട്ടുള്ള ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന്. വണ്ടർവേൾഡ് രാവിലെ കയറി വരും, പിന്നെ ഇറങ്ങിക്കൊണ്ടാ പിന്നെ കയറി വരും. പക്ഷേ ഇവിടുത്തെ ക്ലാസ്സിൽ ഇരിക്കത്തില്ല, ഇവിടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയതിന് നമ്മൾ തുടങ്ങിയെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഇനി വേണ്ട സാറിനെ പോലത്തെ ആൾക്കാരോട് ഉള്ള സമയത്ത് അവർ തന്നെ പറഞ്ഞു തരും എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ആരോഗ്യം എത്തിക്കുക, മരുന്നിന്റെ ലോകത്തിൽ നിന്ന് ആൾക്കാരെ അകറ്റുക, അതിൻ്റെ കൂടെ അനാവശ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ, ആവശ്യമില്ലാത്തതും ഉള്ളതുമായിട്ടുള്ളതിലൊക്കെ പിന്നോട്ട് നൽകുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും പറയാനുള്ളൂ, കാരണം സമയം ഇല്ലാത്തതുകൊണ്ട്.